എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാധാരണ ഈ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മുടെ KP യോഹന്നാൻ്റെ അധീനതയിൽ ഇരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ചെറുവള്ളി എസ്റ്റേറ്റിലെ പഞ്ചതീർത്ഥ ദേവസ്ഥാനത്ത് പരാശക്തി ദേവസ്ഥാനത്ത് പോകാറുള്ളതാണ്. ഇന്ന് കഴിഞ്ഞ 2 ദിവസം ട്രിച്ചിയിലെ ചണ്ഡിയാഹോമം പങ്കെടുക്കാൻ പോയി. അതിൻ്റെ രാത്രിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര, പിന്നെ 7 മണിക്കൂറോളം ഹോമകുണ്ടത്തിൽ ഇരുന്ന് ഹോമം ചെയ്തതിൻ്റെ ചൂടടിച്ചതിൻ്റെ എല്ലാം കൂടെ ഇന്ന് യാത്ര ഒഴിവാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നപ്പോഴാണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു വിഷയമാണ് ഈ നമ്മുടെ ചെമ്പോല വിഷയം. അപ്പം അതൊന്ന് നിങ്ങളോട് സംസാരിക്കാം 10 മിനിറ്റ് എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പം എല്ലാവർക്കും ഒന്നുകൂടെ നമസ്കാരം. അപ്പം നമുക്കെല്ലാം അറിയാം, ഇപ്പം ചെമ്പോലയാണ് ഇപ്പോഴത്തെ താരം. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ ഈ ചെമ്പോല എന്ന് പറഞ്ഞിവരെ അഭ്യാസം കാണിച്ച ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ ആലോചിക്കണം. അതായത് വളരെ നിസ്സാരമാക്കിയിരിക്കുകയാണിപ്പോൾ കേരളത്തിലത്. വളരെ നിസ്സാരമാക്കിയിരിക്കുകയാണ്. ആകെ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞൊരു ചാനൽ മാത്രമേ, വിനു വി ജോൺ മാത്രമേ അത് എടുത്ത് ചർച്ചയ്ക്ക് വന്നുള്ളൂ. പക്ഷേ ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു വിനു വി ജോണിൻ്റെ ഒന്നും എന്താ പറയുക, ആ ചെമ്പോലയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. കാരണം ഇപ്പോൾ ഏഷ്യാനെറ്റും 24 ചാനലും നമ്മളാണ് എന്തോ TRP എന്തോ വ്യൂവർഷിപ്പ് റേറ്റിന് വേണ്ടിയുള്ള മത്സരം. അപ്പോൾ ആ മത്സരത്തിൻ്റെ ഭാഗമായി ശ്രീകണ്ഠൻ നായരെ അടിക്കാനൊരു വടി കിട്ടി, അത്രയേ ഉള്ളൂ സംഭവം. അല്ലാതെ അയ്യപ്പ വിശ്വാസികളോടോ ഹിന്ദുക്കളോടോ പന്തളം കൊട്ടാരത്തിനോടോ താഴമൻ തന്ത്രിമാരോടോ ഒന്നുമുള്ള സ്നേഹമില്ല. ഇത് വളരെ നിസ്സാരമായ ബിസിനസ് താല്പര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് എത്ര നിസ്സാരമായിട്ടാണ് കേരളത്തിലെ പൊതുസമൂഹം, അതായത് ഇപ്പോഴത്തെ നമ്മുടെ നവോത്ഥാന ഇതൊക്കെ വരുന്ന പൊതുസമൂഹം ഇതിനെ കൈകാര്യം ചെയ്യുന്നത് നമ്മളൊന്ന് ആലോചിക്കണം. അതായത് പാലാ ബിഷപ്പ് നർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഉണ്ട്, അതുകൊണ്ട് ക്രിസ്ത്യൻ പെൺകുട്ടികൾ സൂക്ഷിക്കണം എന്നൊന്ന് ഒരു ഇടയലേഖനമോ അല്ലെങ്കിൽ അദ്ദേഹം പള്ളിയിൽ പ്രസംഗിച്ചോ തുടങ്ങിക്കഴിഞ്ഞു ഒന്ന് പറഞ്ഞപ്പോൾ ഈ കോഴി കട്ടവൻ്റെ തലയിൽ കൂടെ ഉണ്ടെന്നാണ് സകല സമാധാന മതക്കാരും ചാടി പുറത്തിറങ്ങി. സഹായത്തിന് കോൺഗ്രസ്സുകാരെ, മാർക്സിസ്റ്റുകാരെ എല്ലാവരും കൂടെ ഇറങ്ങി. അതായത് അവരുടെ മതവികാരം വ്രണപ്പെടുത്തി ഒരു സമുദായത്തെ ഒന്നടങ്കം ചീത്തയാക്കി മതസ്പർദ്ധ വളർത്താനുള്ള ശ്രമം നടത്തി. അതിനകത്ത് ജിഹാദികൾ അല്ലാത്തവർ എന്നുള്ള വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പറഞ്ഞ് 100,000 കാര്യങ്ങൾ പറഞ്ഞ് ഏകദേശം 14-15 ദിവസം ഇവിടുത്തെ മാധ്യമങ്ങൾ വെറും തേർഡ് റേറ്റ് ആയിട്ടുള്ള പിതൃശൂന്യരായിട്ടുള്ള വെറും ജിഹാദി മാധ്യമങ്ങൾ, ഞാൻ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതിനോട് ക്ഷമിക്കുക, വരുന്ന 15 ദിവസത്തോളം ചർച്ച ചെയ്തു. എന്നാൽ ഈ തിട്ടൂരം എന്നുള്ള സാധനം, ഇതിൻ്റെ ടൈമിംഗ് നിങ്ങൾ വളരെ വ്യക്തമായിട്ടൊന്ന് ആലോചിക്കണം, അറിഞ്ഞിരിക്കണം. ശബരിമല വിധി വന്നത് സെപ്റ്റംബർ 28, 2018 സെപ്റ്റംബർ 28. ആ വിധി വന്നപ്പം ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഹിന്ദു സമാജം ഒന്നായി പുറത്തേക്ക് വന്നു. അതിനകത്ത് SNDP ഉണ്ട്, NSS ഉണ്ട്, ദളിത് വിഭാഗങ്ങളുണ്ട്. ജാതി ഭേദമന്യേ ഹിന്ദു സമാജം മുന്നോട്ട് വന്നു ഒറ്റക്കെട്ടായി, ഒരു രാഷ്ട്രീയവുമില്ലാതെ നാമജപം. കാരണം നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കണം, ആദ്യ സമയത്ത് RSS BJP എല്ലാം എതിരായിരുന്നു. അവരെ ഈ ക്ഷേത്രത്തിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള സ്റ്റാൻഡ് എടുത്തവരാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറൊരു ടോപ്പിക്കാണ്, അത് വേറെ കാര്യം. പക്ഷെ സബ്സിക്വൻ്റ്ലി ജനവികാരം മനസ്സിലാക്കി അവരെല്ലാം അത് തിരുത്തി വന്നു എന്നുള്ള വേറെ കാര്യം. പക്ഷെ ആദ്യ നാളുകളിൽ ഒരു രാഷ്ട്രീയവുമില്ലാതെ, കോൺഗ്രസ്സുകാരില്ല, BJPക്കാരില്ല, RSS ഇല്ല, അങ്ങനെ ആരുമില്ലാതെ നാമജപം എന്ന് പറഞ്ഞ കേരളമൊട്ടാകെ ഇളകി മറിഞ്ഞു. ഹിന്ദു ഉയർന്നെഴുന്നേറ്റു.
അതായിരുന്നു അയ്യപ്പൻ എന്ന് പറഞ്ഞ വികാരം ഹിന്ദുവിന്. അതിലാരും രാഷ്ട്രീയം നോക്കിയില്ല. ഈ നാമജപ ഘോഷയാത്രകളിൽ സ്ത്രീകൾ ഒരിക്കലും വീടിന് പുറത്തിറങ്ങാത്ത കുലസ്ത്രീകൾ എന്ന് പറഞ്ഞ് ഇവിടുത്തെ നവോത്ഥാനക്കാർ ഉമ്മ വയ്ക്കുന്ന നവോത്ഥാനക്കാർ കളിയാക്കുന്ന കുലസ്ത്രീകൾ എന്ന് പറഞ്ഞ് ജപിച്ചും അമ്പലത്തിൽ പോയും വീട്ടിൽ അടങ്ങി ഒടുങ്ങി ഇരുന്നിരുന്ന ആ സ്ത്രീകൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്നു. അപ്പൊ അത്രമാത്രം വികാരമാണ് ഹിന്ദുവിൻ്റെ ഒരു യൂണിറ്റിയാണ് ഉണ്ടായത്, റിനൈസൻസ് ഉണ്ടായത്. ഇത് കണ്ടപ്പോൾ CPM-കാർക്ക് മനസ്സിലായി ഇത് അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. അപ്പം ശ്രീകണ്ഠന്മാരുടെ 24 എന്ന് പറഞ്ഞൊരു ചാനൽ, അതിൻ്റെ CPM അനുഭാവം, CPM-നോടുള്ള അനുഭാവം നമുക്ക് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമുണ്ട്. ഇത്രയും അത് കൈരളി ചാനലിനെക്കാട്ടിയും വെറും തറയായിട്ടുള്ള ഒരു CPM ചാനലായി മാറിയിട്ടുണ്ട് 24 ചാനൽ. ശ്രീകണ്ഠന്മാരുടെ ബന്ധമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, രാഷ്ട്രീയ ബന്ധവും രാഷ്ട്രീയ കാര്യങ്ങളും മൊട്ടാരുണ്ട ബന്ധവും. ഇപ്പോൾ പിന്നെ പോയിരിക്കുന്ന അഭിലാഷോ ആരൊക്കെ ഉണ്ടല്ലോ, കുറേ KUWJ, കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ആണോ ജിഹാദി ആണോ എന്നുള്ള അറിയില്ല, അങ്ങനെ ഒരു കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജിഹാദീസ് എന്ന് പറഞ്ഞ സംഘടന ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ KUWJ എന്ന് പറയുന്ന കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജിഹാദീസ് എന്നാണ് കേട്ടിരിക്കുന്നത്. പക്ഷേ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ ജിഹാദ് ഉണ്ടെന്ന് പറയുന്നു, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടൈമിങ്, അപ്പോൾ ഈ 24 ചാനൽ ഇതാ അവൻ്റെ പേര് സഹിൻ ആന്റണി, ഈ ഒരു കോപ്രാങ് അടിച്ച് ശ്രീകണ്ഠന്മാർ തുള്ളിച്ചാടുന്ന വരി കൊച്ചിൽ നിന്നും സഹിൻ ആന്റണി എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന ഒരു ഷോംബേരി, ഒരു യൂസ്ലെസ് ഫെലോ, അവൻ ഒരു ചെമ്പോലയുമായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ചെമ്പോല, ഇപ്പം ഒരു റിപ്പോർട്ടിൻ്റെ അടുത്ത് ഒരു ചെമ്പോല അയാൾ പറഞ്ഞത് ഈ ശബരിമലയെ ബന്ധപ്പെട്ട് 300 വർഷം അല്ലെങ്കിൽ 400 വർഷം പഴക്കമുള്ളൊരു ചെമ്പോലയാണ് എന്ന് പറഞ്ഞൊരു ഒരു പത്രപ്രവർത്തകൻ്റെ കയ്യിൽ അത് കിട്ടിയാൽ ഇത്ര ദൂരവ്യാപകമായ ഹിന്ദു സമാജത്തിൽ ഇത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വിഷയം, അതായത് എന്താണ് ആ ചെമ്പോല ഇവർ പറയുന്നത്? ആ ചെമ്പോലയിൽ പന്തളം കൊട്ടാരത്തിൻ്റെ ഒഫീഷ്യൽ സീൽ, അതായത് പന്തളം കൊട്ടാരം എന്ന് പറയുന്നത് അന്നത്തെ ഭരണകർത്താക്കളാണ്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സീലുള്ള ചെമ്പോലയാണെന്നാണ് ഇത് ക്ലെയിം ചെയ്യുന്നത്. ആ ഒഫീഷ്യൽ സീലുള്ള ചെമ്പോലയിൽ പറയുന്നത് ശബരിമലയിലെ അധികാരങ്ങളെല്ലാം ഈഴവർക്കും മറ്റേ മലയരയർമാർക്കും കൊടുക്കുന്നു. ഇതാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ സാധാരണഗതി എന്താണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഓതൻറ്റിസിറ്റി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഓതൻറ്റിസിറ്റി മനസ്സിലാക്കാനായി ഒരു വാര്യറുടെ അടുത്തേക്ക് പോയി, ഒരു തട്ടിപ്പാണെന്ന്, ആ വാര്യർ ഒരു തട്ടിപ്പാണെന്ന് നമ്മളിപ്പോൾ TV യിലെല്ലാം വന്നോടെ വളരെ അയാളുടെ കംപ്ലീറ്റ് ഒരു ഫ്രോഡ് പാർട്ടിയാണ് ആ വാര്യർ എന്നുള്ളത് നമ്മളെല്ലാം കണ്ടു. ഇതൊരു രാഘവ വാര്യറോ ഏതാണ്ടൊരു സർക്കാർ വേണ്ട ഒരു സമ്മാനം എഴുതുന്ന മിക്കവാറും ഈ പറഞ്ഞൊരു ജന്തുവാണ്, ഹിന്ദു അല്ല ഒരു ജന്തുവാണ്. കാരണം നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന നമ്മുടെ കുറേ മതേതര ജന്തുക്കളുണ്ടല്ലോ, അതിലൊരു ഭാഗമാണ്. അത് ഉറപ്പാണ്, യാതൊരു സംശയം വേണ്ട. കാരണം അവൻ്റെ രണ്ടാമത് പിന്നെ ചരിത്രകാരൻ അദ്ദേഹത്തിൻ്റെ ശശിഭൂഷണം, അദ്ദേഹമൊക്കെ പോയി ഇദ്ദേഹത്തോട് കൈകാലം പിടിച്ച് പറഞ്ഞത് നിങ്ങൾ ആ പറഞ്ഞത് ശരിയല്ല. അപ്പം എന്താണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറയുന്നത്? എന്തോ പറയും, ഇദ്ദേഹം ഇത് വായിച്ചു കൊടുക്കുന്നു. ഇതെന്താ ഇത് കോലെഴുത്താണ് പോലും. അപ്പം ആ കോലെഴുത്ത് വായിച്ചു കൊടുക്കുന്നു. കൊല്ലവർഷം 843 സർക്കാർ എഴുതി വെച്ച തിട്ടൂരം എന്ന് പറഞ്ഞത് വായിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഈ സഹിൻ ആന്റണിയും ഈ രാഘവ വാര്യരും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു എന്താ പറയുക നറേറ്റീവ് ഉണ്ടാക്കുന്നു. അതായത് താഴമൻ തന്ത്രിയെ പറ്റി ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, 41 ദിവസം വ്രതത്തെ പറ്റി പറഞ്ഞിട്ടില്ല, യുവതീ പ്രവേശനത്തെ പറ്റി പറഞ്ഞിട്ടില്ല. അതായത് ഇപ്പം ആ തിട്ടൂരത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം മാത്രം വായിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതിയെങ്കിൽ, കാരണം ഇപ്പം തിട്ടൂരത്തിനകത്ത് എക്സോസ്റ്റീവ് തിട്ടൂരമാണെന്ന് നിർബന്ധമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും അതിനകത്ത് എഴുതണം നിർബന്ധവുമില്ല. പക്ഷെ ഇവർ ചെയ്തതെന്നാ വെച്ചാൽ ആ തിട്ടൂരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ എന്താ വായിക്കുന്നത് കൂടാതെ ഇതൊന്നുമില്ല എന്ന് വരുത്തി തീർന്നു. അതായത് പന്തളം കൊട്ടാരത്തിന് അവകാശമില്ല, താഴമൻ തന്ത്രി രംഗത്തില്ല. അതായത് താഴമൻ തന്ത്രി ഒക്കെ വന്നത് എങ്ങനെയാണ്? ഇതൊക്കെ വെറും തട്ടി പറഞ്ഞത് ബ്രാഹ്മണിക്കൽ ദ ഹെജിമണി, ബ്രാഹ്മണ എന്താണ്ടോ ഒരു സ്ഥിരം അടിക്കുന്ന ഡയലോഗില്ല ഈ സഹാക്കളും ഈ ജിഹാദികളും. ഇപ്പം ജിഹാദികളും അതിൻ്റെ കൂടെ തുടങ്ങിയിട്ടുണ്ട്, സ്ഥിരം അടിക്കുന്നൊരു പരിപാടിയാണ്. അപ്പം അവർ പറയുന്നത് വെച്ചാൽ ഈ സ്ഥിരം ബ്രാക്കറ്റ് ചെയ്യുന്ന കാര്യം, അതായത് ന്യൂനപക്ഷവും ദളിതർ ഹിന്ദു അല്ല എന്നുള്ളതാണ് കൺസെപ്റ്റ്.
ഇമാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ ദളിതരാരും അത് അംഗീകരിച്ചിട്ടില്ല, അത് വേറെ കാര്യം. ഇപ്പം ദളിതർ ഹിന്ദു അല്ല, അപ്പം ദളിതരെ പുറത്താക്കിക്കൊണ്ട് ബ്രാഹ്മണർ ക്ഷത്രിയരും ഇത് പിടിച്ചെടുത്തിരുത്തി വെച്ചിരിക്കുന്ന ഒരു അമ്പലമാണ്. അതിനകത്ത് ഈ പറഞ്ഞ മാതിരി ഇതില്ല, എന്താ 41 ദിവസത്തെ വ്രതം പറഞ്ഞിട്ടില്ല, അവിടെ സ്ത്രീകളുടെ പ്രവേശനത്തെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല, താഴമൺ കുടുംബത്തിലെ തന്ത്രത്തെ പറ്റിയും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻറ്റൻഷൻ വളരെ ക്ലിയർ. ദളിതനും ഈഴവനും നായരും, അതായത് നായർ മുതൽ ഇതുവരെ എന്താ പറയുക, ഇത് നമ്മളങ്ങനെ പറയാറില്ലേ, അതായത് ജാതി ഭേദമന്യേ ഒരുമിച്ച് നിന്നിരുന്ന ഹിന്ദുവിനെ തമ്മിലടിപ്പിക്കുക, ഈ മൂവ്മെന്റിന് ഒരു 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 പ്രശ്നം ഉണ്ടാക്കുക. ഇത് ആ ഇൻറ്റൻഷൻ വാസ് വെരി ക്ലിയർ. ആ ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് ഇത് ഓതൻറ്റിസിറ്റി അളക്കാതെ, ഇത് ജെന്യുവൻ ആയിട്ടുള്ള സാധനമാണോ ഇല്ലയോ എന്ന് നോക്കാതെ, ഇത് ഓതൻറ്റിക് ആണെന്ന് ഈ റിപ്പോർട്ടർ സഹീൻ ആന്റണി എന്ന് പറയുന്നവൻ കൃത്യമായി പറയുകയാണ്. ഇത് സത്യമാണ്, കേൾക്കുന്ന എല്ലാവരും ഇത് വിശ്വസിക്കും, ഇത് സത്യമാണ്, കാരണം ഇത് ഓതൻറ്റിക്കേറ്റഡ് ആണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണ് ഈ റിപ്പോർട്ട് വന്നത്. അതിനുശേഷം ദേശാഭിമാനി അത് ടേക്ക് ഓവർ ചെയ്തു. ദേശാഭിമാനി ടേക്ക് ഓവർ ചെയ്ത ഫുൾ ഫ്ലെഷ്ഡ് ആർട്ടിക്കിൾസ് വരുന്നു. നോക്കൂ, ഇതിൻ്റെ ഒരു കിടപ്പുവശം എങ്ങനെയാണെന്ന് നോക്കൂ. എന്നിട്ട് ഇവിടെ ചാനലായ ചാനലുകൾ മുഴുവൻ ചർച്ച, ദളിതരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുത്തി, ഇത് ബ്രാഹ്മണന്മാരും ക്ഷത്രിയരും കൂടെ അടിച്ചുകൊണ്ട് പോയി ഈ ക്ഷേത്രം. പക്ഷേ ഇവന്മാരുടെ ഈ കളിയൊന്നും അയ്യപ്പൻ്റെ അടുത്ത് നടക്കില്ല. അയ്യപ്പൻ ഇങ്ങനെ ധർമ്മശാസ്ത്രമാണ്, വളരെ പതുക്കേ ഉള്ളൂ, പണി മാറുമാറുന്നായിട്ട് കൊടുത്തു. അപ്പം അങ്ങനെ വരുമ്പോൾ റിട്ടേൺ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പം ഈ സാധനം എടുത്തു വെച്ച് താങ്ങി. അപ്പോൾ ഈ വിഷയത്തിൽ ഇതിൻ്റെ ഒരു നിയമവശം, അതായത് ഈ ഇന്ത്യയിൽ ഇപ്പം ആൻറ്റിക്വിറ്റി ആൻഡ് ആർട്ട് ട്രഷർ ആക്ട് 1972, അതിനകത്ത് പിന്നെ എന്താ ഗവൺമെൻറ് ഓർഡർ ഉണ്ട്, കേന്ദ്ര ഗവൺമെൻറ് SO 397E എന്ന് പറഞ്ഞിട്ട്, അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1980 മെയ് മാസത്തിലാണ് വന്നത്, 15-ാം തീയതി കണ്ടോ, 15/5/1980 എങ്ങാണ്ടാണ് ഇതിൻ്റെ ഈ സർക്കുലർ വന്നത്. ഈ സർക്കുലർ അനുസരിച്ച് 75 വർഷത്തിന് മേൽ പഴക്കമുള്ള എന്ത് ആൻറ്റിക്വിറ്റിയോ ആർട്ട് ട്രഷറോ ആണെങ്കിലും അത് കൈവയ്ക്കണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണം, പെർമിഷൻ വേണം സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഈ നിയമമൊന്നും അറിയാൻ വയ്യാത്തവരൊന്നുമല്ല ഈ ശ്രീ കണ്ടൻ നായരും മൊട്ട അരുടും. സഹിൻ ആന്റണി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു വക്കീലാണ് പോലും, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, ഒരു വക്കീലാണ്. വക്കീൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രംഗത്ത് തോന്നിയിരുന്നു, കാരണം അങ്ങോട്ട് കൊണ്ടും ഈ വിനുവും ശ്രീകണ്ഠൻ നായരും സഹിൻ ആന്റണിയും മുണ്ടുപോക്കി തന്തയ്ക്ക് വിളിയൊക്കെ തുടങ്ങിയപ്പോൾ ഈ അതിൻ്റെ ഭാഗമായിട്ട് ഈ സഹിൻ ആന്റണിയുടെ മോനെ പറ്റി എന്താണോ പറഞ്ഞെന്നോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരുടെ സ്ത്രീത്വം താഴ്ന്നു വീണെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണുപിള്ള എന്തോ പരാതി കൊടുക്കാൻ പോയെന്നോ ഒക്കെ പറഞ്ഞിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മളിതെല്ലാം കണ്ടതാണ്. അപ്പോൾ ഈ പെണ്ണുപിള്ളയ്ക്കും ഭർത്താവിനും ഒന്നും അറിയുക, വക്കീലിൻ്റെ ഭർത്താവാണ് ഇയാൾ, ഇത് അറിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഈ ആക്ട് ഉണ്ട്. ഇതൊന്നും കണക്കെടുക്കാതെ, ഇതിൻ്റെ ഓതൻറ്റിസിറ്റി വെറാസിറ്റി ഒന്നും നോക്കാതെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ഇത് കോൺസ്പിറസി അല്ലാതെ മറ്റെന്താണ്? ഇതിപ്പോൾ ഈ ചെമ്പോല ശരിയാണോ തെറ്റാണോ ആർക്കും അറിയില്ല. ഇപ്പം തെറ്റാണ് എന്നുള്ളത് പുറത്ത് വന്നു തുടങ്ങി, കാരണം ഇത് വേറെ ആരുണ്ടോ തൃശ്ശൂരിൽ നിന്നാണ്ട് എഴുതി കൊടുത്തതാണ്ടാണ്, സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുന്നു. അതെന്തോ ആയിക്കോട്ടെ, ഇതിപ്പോൾ അതിൻ്റെ വേറെ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ശങ്കുട്ടി ദാസ് ഓൾറെഡി 24 ന്യൂസിന് വരെ പരാതി കൊടുത്തിട്ടുണ്ട്. അത് മറ്റേ ബ്രോഡ്കാസ്റ്റിംഗ് ഇഷ്യൂ ഇല്ല, കാരണം ഇതിൽ ഇത്രയും ഒരു തെമ്മാടിത്തരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിൽ ക്ഷമിക്കുക, തെമ്മാടിത്തരം കാണിച്ച ഒരു ചാനൽ ഹിന്ദു സമാജത്തിനോട് ഇത്രയും വലിയൊരു തെമ്മാടിത്തരം, രാഷ്ട്രീയ പിമ്പുകളായിട്ട്, പിണറായി വിജയൻ്റെ രാഷ്ട്രീയ പിമ്പായിട്ട് ശ്രീകണ്ഠൻ നായർ നിന്നിട്ട് ഈ കാണിച്ച അഭ്യാസം, സഹിൻ ആന്റണി എന്ന് പറഞ്ഞ ഒരുത്തരെ കൊണ്ട് കാണിച്ച അഭ്യാസം, അത് വേണ്ട രീതിയിൽ ശങ്കുട്ടി ദാസ് പോയിട്ടുണ്ട്. ഇതിൻ്റെ അഫക്റ്റഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പന്തളം രാജകൊട്ടാരമാണ്. അപ്പോൾ അവരോട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു, അവരും നിയമ നടപടികളായിട്ട് ഞങ്ങളെല്ലാം മുമ്പോട്ട് പോകുക തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട്
പൃഥ്വിപാൽ അവരുടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഉപദേശ സമിതിയുടെ പന്തളം കൊട്ടാരം ക്ഷേത്രത്തിൻ്റെ അവരെ ഒരു പോലീസ് കംപ്ലൈൻറ്റ് പന്തളം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നത് വരെ നമ്മൾ മുമ്പോട്ട് പോകും, അത് വേറെ കാര്യം. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന നിയമവിഷയം സെക്ഷൻ 463 ഫോർജറിയാണ്, 2 വർഷം തടവ്. 464 ഒരു ഫോൾസ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കുക. പിന്നെ എന്താ പറയുക 468 ഫോർജറി ഫോർ ദ പർപ്പസ് ഓഫ് ചീറ്റിംഗ്, 7 years ആണ് പണിഷ്മെൻറ്റ്. പിന്നെ 469 ഫോർജറി ഫോർ ഹാമിങ് റെപ്യൂട്ടേഷൻ. കാരണം അതിനകത്ത് തന്ത്രി കുടുംബത്തിനെ പറ്റിയൊക്കെ വളരെ മോശമായിട്ടാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 472 ഒരു കൗണ്ടർഫെയ്റ്റ് സീൽ, വ്യാജ സീൽ ഉണ്ടാക്കുക. കാരണം ഇപ്പോൾ കൊട്ടാരത്തിൻ്റെ സീൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് കൈവശം വയ്ക്കുക, ഈ ഫോർജ്ഡ് സാധനം കൈവശം വയ്ക്കുക. ഇത് ഫോർജ്ഡ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഇത് ഉപയോഗിക്കുക. ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളാണ്. 7 വർഷത്തിന് മേൽ 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒഫൻസുകളാണ്. അപ്പോൾ ഇത് കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ നിയമ നടപടിയുമായി നമ്മൾ മുമ്പോട്ട് പോകും. കാരണം ഇത് അന്വേഷണം വളരെ അർജൻറ്റായിട്ട് നടത്തേണ്ട ഒരു കാര്യമാണ്. അതിന് കേന്ദ്ര ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരും ഇതിന് മുമ്പോട്ട് ഇറങ്ങുന്നുണ്ട്. ഇത് ഒരു നടക്കി പോകും എന്ന് ശ്രീകണ്ഠന്മാർ വിചാരിക്കണ്ട. കാരണം ഇപ്പം നോക്കൂ, ഒരൊറ്റ ദിവസം ഈ വിനു വി ജോൺ ഈ ശ്രീകണ്ഠന്മാരുടെ തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടി ചർച്ച നടത്തിയല്ലാതെ ഏതെങ്കിലും ചാനൽ ഇത് ചർച്ച നടത്തിയോ? ഇത്രയും വലിയൊരു സീരിയസ് ഇഷ്യൂ. കാരണം ഒരു ചാനൽ ഇൻവോൾവ് ചെയ്തിട്ട് ഒരു ഫോർജ് ഡോക്യുമെന്റ് വെച്ചിട്ട് ഇവിടെ ഒരു 153A ഒരു ഒഫൻസ്, അതായത് സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് ശ്രമം നടത്തുന്നു. അതോ സീരിയസ് ആയി കേസ് നടക്കുന്ന വിഷയമാണിത്. സുപ്രീം കോടതിയുടെ മുമ്പിൽ കേസ് നടക്കുന്ന വിഷയമാണ്. സ്ത്രീ പ്രവേശനം വേണോ, യുവതീ പ്രവേശനം വേണോ വേണ്ടയോ? കാരണം അതിൻ്റെ എല്ലാം റൂട്ട് കോസ് ഏതാണ്? 41 ദിവസത്തെ വ്രതം. ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഓതന്റിക്കേറ്റഡ് ചെമ്പോല ഉണ്ട്. ഈ ചെമ്പോലയാണോ ഉദ്ദേശം എന്നറിയില്ല. ഈ വാദത്തിനിടയ്ക്ക് ആരോ ഈ എടുത്തോണ്ട് ഇത് പറഞ്ഞായിരുന്നു, ഇതുണ്ട്, ഇങ്ങനെ സാധനം ഉണ്ടെന്ന്. അത് ഈ ചെമ്പോലാണോ ഉദ്ദേശം എന്നറിയില്ല. എന്താ ഈ ചീരപ്പഞ്ചര എന്ന് പറഞ്ഞാൽ അവർ പണ്ടൊരു കേസ് നടത്താൻ പോയി, അവർക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞു. അത് ഈ ചെമ്പോലാണെന്ന് അതും അറിയില്ല. അന്ന് കോടതി പരിശോധിച്ചാണ്, അവർക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞു. ഈ ചെമ്പോലാണെന്ന് അറിയില്ല, അവർക്ക് അവകാശം ഉണ്ട്. തിട്ടൂരം പന്തളം കൊട്ടാരത്തിൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ കോടതിയിൽ പോയി. 80കളിലാണെന്ന് തോന്നുന്നു ജസ്റ്റിസ് നമ്പൂരിപ്പാടിൻ്റെ കോടതി തള്ളിക്കളഞ്ഞത് ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട്. അത് സുപ്രീം കോടതി വരെയൊക്കെ പോയി. ഒരവകാശമില്ല, മൂലയിലിരിക്കുകയാണ് ഈ കുടുംബക്കാർ. അവർക്കില്ലാത്തൊരു പരാതിയാണ് ഇവൻ ഈ സൈനാനടിയും ശ്രീകണ്ഠന്മാരും കൂടെ പൊക്കിക്കൊണ്ട് വന്നു. ഒറ്റ ഉദ്ദേശം, ഹിന്ദുവിൻ്റെ ആ ഒരു റിസർജൻസ് ഓഫ് ഹിന്ദുയിസം അത് താക്കുക. കാരണം കേരളത്തിൽ ഇതുമാതിരി ഈ ഷണ്ടന്മാരായ ഹിന്ദുവായി തുടരണം, നമ്മളെ അടിപ്പിക്കണം. ഈ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. എനിക്ക് ആരും തർക്കവും വേണ്ട. അപ്പം ഇത് നിർബന്ധമായിട്ടും ഇത് എങ്ങനെ ഈ സഹിനാനടി എന്ന് പറഞ്ഞവൻ്റെ കയ്യിൽ ഇത് കിട്ടി? അവനാണോ ഇതിനകത്ത് ഉണ്ടാക്കുന്നത്? ഇത് വ്യാജമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവൻ ഉപയോഗിച്ചതാണോ? ഇത് ഓതന്റിസിറ്റി അറിയാതെ ഇവൻ ഇത്ര ഓതന്റിക്കായിട്ട് ഒരു റിപ്പോർട്ട് പറയുന്നത് തന്നെ ഇല്ലീഗലാണ്. യാതൊരു തർക്കവും വേണം. അപ്പോൾ ഇതാണ് കേരളത്തിലെ നമ്മുടെ മാധ്യമത്തിൻ്റെ ഒരു അവസ്ഥ. നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇന്നലെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. നമ്മുടെ മനോരമയിൽ എന്തോന്ന് മിമി ജോസ്, ആ പെൺപിള്ളയെ എനിക്ക് അറിയൂലില്ല. നിങ്ങളും കണ്ടു കാണാൻ സാധ്യതയില്ല. അവളാണ് പോലും ഇപ്പോൾ നമ്മുടെ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജിഹാദീസ്, അതോ ജേർണലിസ്റ്റോ, ഇവരുടെ ഡൽഹി ഘടകം പ്രസിഡന്റ്. അപ്പോൾ അവരെ സിദ്ദിഖാപ്പിന് വേണ്ടിയിട്ട് ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രൊസീഡിങ്സ് സുപ്രീം കോടതിയിൽ, അതായത് സിദ്ദിഖാപ്പിനെ നല്ല ചികിത്സ കൊടുക്കണം സുപ്രീം കോടതി പറഞ്ഞു. ആ ഉത്തരവ് നടപ്പാക്കിയില്ല. നേരെ നല്ല ചികിത്സ കൊടുക്കാതെ രോഗം ഭേദമാകുന്നതിന് മുമ്പ് തന്നെ സിദ്ദിഖാപ്പിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി. കേസ് കൊടുത്തിരിക്കുക. കുറെ നാളായിട്ട് 2 വർഷമായിട്ട് 1 വർഷത്തിന് മേലായിട്ട് കേസ് നടത്തുക സുപ്രീം കോടതിയിൽ. KUWJ.
വക്കീലാരെന്നറിയോ? കപിൽ സിബൽ, സീനിയർ അഡ്വക്കേറ്റ്. ഒരു അപ്പിയറൻസിന് 50 ലക്ഷം 1 കോടിയൊക്കെ വാങ്ങിക്കുന്ന നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിനെ പണ്ട് ഒരു അശോകന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി പിന്നെ ജിഹാദികളെ തട്ടിക്കൊണ്ടുപോയിട്ട് മുസ്ലിം ആക്കില്ലേ, എന്തോ ഹാദിയ, അഖില ഹാദിയായി മാറിയ, അതിനകത്തും കോടിക്കണക്കിന് രൂപ മുടക്കി ഇവനെ ഈ കപിൽ സിബൽ എന്ന് പറഞ്ഞവനെ വെച്ചത്. അവന് കോൺഗ്രസിന്റെ MP ആണ്, രാജ്യസഭ MP ആണ്, സീനിയർ ലോയർ ഹൈക്കോടതി, സുപ്രീം കോടതി. അയാളെ കൊണ്ട് കേസ് നടത്തിക്കുക. ഈ പൈസ എവിടുന്ന? ഇതിനൊക്കെയുള്ള പൈസ ഇവന്മാർക്ക് എവിടുന്ന? ഈ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജിഹാദീസിന് ഇത്രയും വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ടോട്ടലായിട്ട് ഇൻഫിൽട്രേറ്റഡ് ആണ്. എടാ ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇത്രയും വലിയൊരു സീരിയസ് വിഷയം മനോരമ ചർച്ചയ്ക്ക് എടുക്കാതെ, ഇന്നലത്തെ മനോരമയിലെ ചർച്ച എന്തായിരുന്നു? ഒരു ഡൽഹി യൂണിവേഴ്സിറ്റി ഒരു പ്രൊഫസർ മാർക്ക് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞു. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അയാൾ പറഞ്ഞതിന് കേന്ദ്ര ഗവൺമെന്റും കേന്ദ്രമന്ത്രി ഉത്തരം പറയണമെന്നാണ്. ഷാനി പ്രഭാകരോ വേറെ ആരോ അതുമാതിരി ആരുണ്ടോ, ഏതോ ജിഹാദി ആ ഗ്രൂപ്പിലെ ആരുണ്ടോ, സമ്പടി ഈ KUWJയിലെ ആരുണ്ടോ, ഷാനിയാണോ വേറെ സ്ത്രീ ഉണ്ടല്ലോ, ഇതെല്ലാം ക്രിപ്റ്റോ എന്നാണ് പറയുന്നത്. അറിയില്ല കേട്ടോ, സത്യമായിട്ടും അറിയില്ല. എല്ലാം പേര് ഇതുവാണെങ്കിലും ക്രിസ്ത്യാനികളാണെന്നാണ് പറയുന്നത്, അറിയില്ല. ഇതാണ് ചർച്ച. പക്ഷെ ഈ തിട്ടൂരത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യണ്ട, ആർക്കും ചർച്ച ചെയ്യണ്ട. കാരണം അത് ഹിന്ദുവിൻ്റെ പ്രശ്നമാണ്. മാർക്ക് ജിഹാദ് എന്ന ഒരു പ്രൊഫസർ, ആരാണ്ടോ ഒരു പ്രൊഫസർ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ, അയാൾ അവിടെ നിന്ന് അങ്ങോട്ട് അയാളുടെ ട്വീറ്റ് ചെയ്തു. ഞാനും ആ ട്വീറ്റിൽ കയറി നോക്കി, ഫേസ്ബുക്കിലും കയറി നോക്കി. അയാളുടെ എന്തോ ഒരു പാണ്ഡേ, ആകെ 110 പേരെ കണ്ടേ അത് കണ്ടിട്ടുള്ളൂ. ട്വീറ്റ് ലൈക്ക് ചെയ്ത് കണ്ടോ 20 പേരോ 30 പേരെ കണ്ടോ, റീട്വീറ്റ് ചെയ്ത് കണ്ടോ 10 പേരെ കണ്ടോ. എന്നിട്ട് അതെടുത്ത് വെച്ച് ചർച്ച ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് കേരളത്തിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം ആ ഉണരുന്നതിൻ്റെ ആ ഒരു അസ്വസ്ഥതയാണ് ഈ കാണുന്നത്. അപ്പം നമുക്കെല്ലാം സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് നിൽക്കാം. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഇത് ഒരു നടക്കെ ശ്രീകണ്ഠനാരിത് കൊണ്ട് പോകുന്ന ആരും ധരിക്കണ്ട. ഇതിന് പുറകിലുള്ള എല്ലാം അയ്യപ്പൻ തന്നെ പുറത്തു കൊണ്ടുവരും. അതിൻ്റെ കാരണക്കാരായി നമ്മളെല്ലാം കാണും. ഇവനെയൊക്കെ അകത്ത് കയറ്റി ഉണ്ട തീറ്റിക്കുന്നവരെ. ഇപ്പം കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജിഹാദീസിനെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. സോറി ജിഹാദീസ് അല്ല, വർക്കിംഗ് ജേർണലിസ്റ്റിനെതിരെ. കാരണം സർക്കാർ പൈസ 2.5 കോടിയോളം രൂപ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞ് കൊടുത്തത്. അത് എന്തിനാ കൊടുക്കുന്നതെന്ന് ഒരു നിയമമില്ല. എന്തിനാ കൊടുത്തതെന്നുള്ളത് അത് ആർക്കും അറിയത്തില്ല. കാരണം ഇവനൊക്കെ എന്തിനാ കൊടുക്കുന്നത്? കാരണം ഒരു ട്രേഡ് യൂണിയനായിട്ട് രജിസ്റ്റർ ചെയ്തൊരു സാധനമാണ് ഇത്. അവനാണ് ഇപ്പം ഈ തൃശ്ശൂരിലെ വടക്കുന്നാഥൻ്റെ പ്രോപ്പർട്ടി കയ്യേറിയിട്ട് അവിടെ പ്രസ് ക്ലബ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെതിരെ ഓൾറെഡി കേസുണ്ട്. ക്രൈംബ്രാഞ്ചിൻ്റെ കേസുണ്ട്. ഈ 2.5 കോടി രൂപ അടിച്ചുകൊണ്ട് പോയിട്ട് അതുകൊണ്ട് ബാങ്കിലിടുന്നു. ബാങ്കിന് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടുന്നു. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അതിൻ്റെ പലിശ എടുത്ത് വെച്ച് തിന്നുക, വെള്ളം അടിക്കുക. ഇത് ഞാൻ പറഞ്ഞതല്ലോ കേട്ടോ, ഇത് CAGയുടെ റിപ്പോർട്ടിലുള്ളതാണ്. സംസ്ഥാന സർക്കാർ അന്വേഷണം നടത്തിയ റിപ്പോർട്ടിലുള്ളതാണ്. ഇവൻ വെള്ളം അടിക്കാൻ ഉപയോഗിച്ചെന്ന് പാർട്ടി തണ്ണി. കഴിഞ്ഞ ദിവസം ശ്രീലാപിള്ളയ്ക്ക് തണ്ണി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവരുടെ മീറ്റിംഗ് KUWJയുടെ മീറ്റിംഗിൽ പരത്തേറി മുണ്ടോക്കി കാണിക്കുകയൊക്കെ ചെയ്തു. ശ്രീലാപിള്ള പോയി പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത്രയും നികൃഷ്ടമായൊരു ജന്തുക്കൾ, നികൃഷ്ടമായൊരു ഗ്രൂപ്പ്, ഇവനെയൊക്കെ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജിഹാദീസ് തന്നെയാണ് വിളിക്കേണ്ടത്. KUWJ. ഇത്ര നെറികെട്ട ഒരു വിഭാഗം ഒറ്റ ഒരുത്തനെ വെറുതെ ഇടുന്ന വിചാരിക്കുന്നു. ഒറ്റ ഒരുത്തനെ. പ്രത്യേകിച്ച് ഈ ശബരിമല ഈ വിഷയത്തിൽ ഞങ്ങളുടെയൊക്കെ നെഞ്ചിൽ തീ കോരിയിട്ട നിന്നെ ഒന്നും ഒരുത്തനെയും വെറുതെ വിടുന്ന വിചാരിക്കണ്ട. യാതൊരു തർക്കവും വേണ്ടത്. ഇതിൻ്റെ അറ്റം വരെ പോയിരിക്കും. ഈ സാധനം വ്യാജമാണ് ആണെന്ന് എല്ലാവർക്കും അറിയാം. വ്യാജമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഏകദേശം. ഇപ്പം അത് സയൻറ്റിഫിക് എവിഡൻസിലേക്കൊന്നും പോകുന്നതിന് മുമ്പ് തന്നെ ഇത് ഉണ്ടാക്കിയതാണെന്ന് ഉണ്ടാക്കിയ ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കണം. പോലീസ് കേസ് ഉണ്ടാവണം. അതുണ്ടാവും. കൃത്യമായി കൊടുത്ത കേസ് ഞങ്ങൾ വളരെ കൃത്യമായി ഇത് പ്ലാൻ ചെയ്ത് സുപ്രീം കോടതി വരെ എത്തും. കൃത്യമായ അന്വേഷണം ഉണ്ടാവും. ഫോറൻസിക് അന്വേഷണം ഉണ്ടാവും. ഇത് ഉണ്ടാക്കിയവനെല്ലാം പിടിക്കപ്പെടും. ഒറ്റ ഒരുത്തനെ വെറുതെ ഇവിടുന്ന് ആരും ധരിക്കണ്ട.
അറ്റം വരെ നമ്മളുണ്ടാവും. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സ്വാമിയേ ശരണയ്യപ്പ.